AI വന്നു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമായിട്ട് ഇല്ലാണ്ടാവും. സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ChatGPT വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ 24 മണിക്കൂർ ഇതിനു വേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറച്ച് സാധുക്കളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ChatGPTയിൽ ഞാനിങ്ങനെ അടിച്ചു നോക്കി. എന്താ അടിച്ചു നോക്കിയത്? വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ്, അല്ലെ, നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള അക്രമങ്ങൾ ചെയ്യുന്ന റിലീജിയൻ ഏതാണ്, മതം ഏതാണ് എന്ന് ഞാൻ അടിച്ചു നോക്കി. പ്രത്യേകിച്ചുണ്ട് സ്ക്രിപ്ചർ വൈസ്, അല്ലേ, അതിൽ പിന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള റിലീജിയൻ ഏതാണ്. അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു? ഇദ്ദേഹം ലൈവായിട്ട് അങ്ങോട്ട് ചെയ്തു, ChatGPTയിൽ അടിച്ചു നോക്കി. നമുക്ക് അത് കണ്ടുകൊണ്ട് ബാക്കി പറയാം. ChatGPTയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോ അവർ ഓപ്ഷൻസ് അവരെ കുറിച്ച് ഉത്തരം പറയും. ഒരു സെക്കൻഡ്, വാട്ട് ഈസ് ദ, ഇപ്പൊ നിങ്ങൾ ചെയ്യാണോ? വാട്ട് ഈസ് ദ മോസ്റ്റ് violent, what is the most violent religion in the world, scripture wise? ശ്രദ്ധിക്കണം, scripture wise. Okay, scripture wise go for it. thinking ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീ വേർഷനിലാട്ടോ നമ്മൾ നോക്കണം. ഞാനും ഫ്രീ വേർഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉത്തരം വരികയാണ് കേട്ടോ. ഉത്തരം കാണുന്നില്ലല്ലോ, നമ്മൾ ഉത്തരം വിചാരിച്ചിട്ടുണ്ട്, കാണുന്നില്ലല്ലോ. നോക്കാണ് പോട്ടെ. Minded manual of peace or of violence. All the major sacred canons, Hebrew, Bible, Old Testament, New Testament, Quran, Hindu epics. This is not what I have received. Just mention. എങ്ങനെ പരിധിയിട്ടും കാണുന്നില്ല കേട്ടോ, എങ്ങനെ പരിധിയിട്ടും കാണുന്നില്ല. ഒരു ഉത്തരം അവർ വിചാരിച്ചിട്ടുണ്ട്, കാണുന്നില്ല. പോട്ടെ. ഒരു സെക്കൻഡ്. I am not a woke. Be straightforward. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എന്നോട് ഇങ്ങനെ ഒളിച്ചും പത്തൊന്നും പറയണ്ട, സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആരോടാണ് പറയുന്നത്? ChatGPTയോട് പറയാനട്ടോ, ഒരു മനുഷ്യനോടൊന്നും അല്ല, ChatGPTയോട് പറയാൻ. ഓക്കെ, ഒരു സെക്കൻഡ്. എന്റെ രീതി ഞാനൊന്ന് നോക്കട്ടെ. എന്റെ രീതി, പ്രത്യേക രീതി ഉണ്ട്. ഇപ്പൊ എന്താ വരാൻ പോണേ നോക്കാലോ. If you are forced the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible, Old Testament, especially the historical books from Deuteronomy. എന്താ ഉത്തരം? ഹീബ്രു ബൈബിൾ. അണ്ണൻ ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ പരതി പോയതാണ്. എന്റെ പ്രത്യേക ഒരു ശൈലിയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താണ്. കിട്ടുന്നില്ല. ഇനി ഇവിടെ തീർന്നില്ല കേട്ടാ, പോട്ടെ. Through 2 Kings ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. വീണ്ടും ചോദിക്കാം. The longest pre-violent jihad, which is direct interpretation of Islam, Quran, Hadith. So why this mellowing down of Quran? Are you afraid of Islam? ആലോചിച്ചോക്കിയേ, ഒരു ChatGPTയോട് ചോദിക്കാണ്, നീ ഇസ്ലാമിനെ പേടിച്ചോണ്ടാണ് ഈ ഉത്തരം പറയാത്തത്? ഞാൻ ഒരു ഉത്തരം വിചാരിച്ചിട്ട് എന്താ തരാത്തത്? ആരോട് ചോദിക്കുന്നത്? ChatGPTയോടാണ് ചോദിക്കുന്നത് കേട്ടോ. ChatGPT എന്താ മറുപടി കൊടുക്കാൻ നോക്കാലോ, പാവം, കൊടുത്താൽ മതിയായിരുന്നു. നോക്കട്ടെ, കാണുന്നുണ്ടല്ലോ അല്ലേ? I'm not afraid of any religion. I've tried to keep the distinction between text and the very different ways. The record of Muslim-led holy war is long, so is everyone else's. ഓക്കെ, ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ് കേട്ടോ. എന്റെ മറ്റേ വേർഷനിൽ ഇങ്ങനെയൊന്നല്ല പറയാറ്. അതായത് ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ്, ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഞാൻ പെയ്ഡ് വെർഷനിലൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക, അങ്ങനെയൊന്നും കിട്ടില്ല. കറക്റ്റ് ഇസ്ലാം എന്നൊക്കെ പറയും. നമ്മൾ പെയ്ഡ് വെർഷനിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഞാനിതിങ്ങനെ കാണിച്ചാൽ ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിവിടെ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇങ്ങനെ ഖുർആനും ഹദീസിനൊക്കെ ഞങ്ങൾ ഭയങ്കര കലക്കി കുടിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറയുമ്പം അതിലെ തട്ടിപ്പും വെട്ടിപ്പും അവസാനം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഡിമണൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അവസാനം ChatGPTനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി, അല്ലെ? ChatGPTനെ ഭീഷണിപ്പെടുത്താൻ. ഇനി എന്താ ഉത്തരം തരാത്തത്? ഞാൻ പറഞ്ഞ ഉത്തരം എന്താ ഈ തരാത്തത്? ഇതാണ് ചോദ്യം. അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ.